അതേ സമയത്ത് വഹാബികളെ കാഫിറാക്കുക എന്നൊരാശയം നമ്മുടെ മുന്നിലില്ല. മുസ്ലിങ്ങളെ അല്ല, ഒരു പുതിയ മതമാണ് സുഹൃത്തുക്കളെ. ഇവര് പുതിയ മതമാണ്. ഇസ്ലാമുമായിട്ട് അള്ളാഹുവിന്റെ ദീനുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല. സഹോദരങ്ങളെ, തലപ്പാടിയിൽ വഹാബ് സഖാഫിയെ AP സമസ്തക്കാർ കൊണ്ടുവന്നത് സലഫിക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്. പക്ഷേ സലഫിക്ക് മറുപടി പറയാൻ വന്ന വഹാബ് സഖാഫി ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന ഇവരുടെ മരിച്ചുപോയ ഔലിയയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് തീർത്തും എതിരഭിപ്രായമാണ് വഹാബ് സഖാഫി തലപ്പാടിയിൽ വന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. മുജാഹിദ് വിദ്വേഷം തലയിൽ കയറ്റിവെച്ച് തലകിക്കെട്ടും കെട്ടി ഒരു കൂലിപ്പണിക്കിറങ്ങിയ വഹാബ് സഖാഫിയിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി AP സമസ്തക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. വേണ്ടുവോളം മുജാഹിദ് വിദ്വേഷം പാവപ്പെട്ട പാമര ജനതയുടെ തലയിലേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടിയാണ് മമ്പാട്ടുകാരനെ തലപ്പാടിയിലേക്ക് കെട്ടിയെടുത്തത്. പക്ഷേ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയിലാണ് ആയിട്ടുള്ളത്. മമ്പാട്ടുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടിലൊന്ന് ഞങ്ങൾക്കുണ്ട്, സലഫി വിരോധമല്ല, വഹാബി വിരോധം പച്ചക്കുണ്ട്. നിങ്ങളെ കുറിച്ച് ഞങ്ങളെ കൽബിൽ വിരോധം ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങളെ ഈമാന്റെ ഭാഗമാണ്. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്. അല്ലാഹു വഹാബികളോട് നമ്മളെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി തരട്ടെ. വഹാബികളോട് അതിയറ്റ വെറുപ്പാണ്, വഹാബികളോട് ഭയങ്കരമായ വെറുപ്പാണ്. ആ വെറുപ്പിന്റെ കാരണത്താൽ വേറൊരു മുസ്ലിയാർ പലതും പറഞ്ഞു വെച്ചത് നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-ക്കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കിടക്കാൻ പാടില്ല. കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത്, രോഗികളായ സന്ദർശിക്കരുത്. നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ അത് സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ മുസ്ലിയാക്കന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി പുതിയ പുതിയ ആരോപണങ്ങളായും മറ്റുള്ള രീതിയിലും ഒക്കെ പറഞ്ഞു വെക്കാറുണ്ട്. മുജാഹിദുകളുമായി ഒരു രീതിയിലുള്ള ബന്ധവും പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഹുസൈൻ മടവൂരിനെ പോലെയുള്ള മൂത്ത വഹാബിയെ തന്നെ കൂടെ നടത്തുന്ന ആളുകൾ തന്നെയാണ് കാന്തപുരം അടക്കമുള്ള ആളുകൾ. അത് നമ്മളന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ജമാഅത്തായി നടക്കുന്ന നിസ്കാരത്തിൽ കാന്തപുരത്തിന്റെ തൊട്ടു പിറകിൽ തന്നെ ഹുസൈൻ മടവൂരിനെ നിർത്തിയത് നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് ജില്ലയിലെ AP സമസ്തക്കാരുടെ കൂടാരമായ വെള്ളച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പ്രായമായ ഒരു വ്യക്തി AP സമസ്തയിൽ നിന്ന് വിട്ട് സലഫി ആദർശം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ പള്ളിയിൽ പോലും പ്രവേശിക്കാൻ അനുവാദം നൽകാതെ അവരുടെ കുടുംബക്കാരോട് പോലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന രീതിയിൽ തിട്ടൂരമിറക്കിയവരാണ് ഈ AP സമസ്തക്കാർ. എന്നാൽ ഈ AP കൂടാരത്തിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്ന ആളുകൾ, മക്കയിലും മദീനയിലും ഒക്കെ പോകുന്ന ആളുകൾ അവിടെയുള്ള സലഫി പണ്ഡിതന്മാരെ തുടർന്ന് നിസ്കരിക്കുന്നു, അവരോട് സലാം പറയുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകൾ ആഷിം നഈമിയെ പോലെയുള്ള സമസ്ത AP വിഭാഗത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ അവർ സലഫി ഉലമാക്കളെ പോയി കാണുകയും അവരോട് സലാം പറയുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ച് അത് വലിയ ഗമയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ വഹാബി വിരോധം അത് സമൂഹത്തിന്റെ മുന്നിൽ വല്ലാണ്ട് പ്രചരിപ്പിക്കും. കാരണം എന്താണ്? പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ പുരോഹിത വർഗത്തിന് അവർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന ശിർക്കും കുഫറും കലർന്ന വിശ്വാസം, അതിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ആളുകളാണ് സലഫി ഉലമാക്കൾ, സലഫി പ്രബോധകർ. അവർ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ വെച്ച് പുലർത്തുന്ന ശിർക്കും കുഫറും ബിദഅത്തുപരമായ കാര്യങ്ങൾക്കുമെതിരെ ശക്തമായി പ്രബോധനം നടത്തുകയാണ്. അതിൽ ആളുകൾ ആകൃഷ്ടരാകുന്നു എന്നുള്ള ഒരൊറ്റ ഭയം കൊണ്ടാണ് പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ മുജാഹിദ് വിദ്വേഷം ഇങ്ങനെ ആളിക്കത്തിക്കുന്നത്. ഊണിലും ഉറക്കിലും മുജാഹിദ് വിദ്വേഷം സമൂഹത്തിന്റെ മുന്നിൽ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ വഹാബികളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇവരൊന്നും മുസ്ലിങ്ങളെയല്ല എന്നാണ്. സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോലും പരസ്യമായി അത് പറഞ്ഞതല്ലേ. അത് കേട്ട് വഹാബ് സഖാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ, കാന്തഭക്തന്മാരായ കാന്തപുരത്തിന്റെ അടിമകളൊക്കെ അന്ന് തക്ബീർ ചൊല്ലി പാസാക്കിയതല്ലേ. അതൊക്കെ മമ്പാട്ടുകാരൻ മറന്നിട്ടുണ്ട്. എന്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാന്തഭക്തന്മാരെ മുന്നിലിരുത്തിക്കൊണ്ട് സലഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപനം നടത്തി അത് തക്ബീർ തൊഴിലാളികൾ കൊണ്ട് തക്ബീർ ചൊല്ലി പാസ്സാക്കിയത് മമ്പാട്ടുകാരനെ പോലെയുള്ള ആളുകൾ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട്. ഇവരുടെ വലിയ ഔലിയായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരും ഇതേ നിലപാടുകാരനായിരുന്നല്ലോ. പേരോട് ഉസ്താദ് ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ഖുതുബുൽ ആലമിന്റെ അടുക്കൽ വന്നപ്പോ കാഫിർ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പേര്, ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ ശൈഖുന പറയുകയാണ് അവൻ വഹാബിയാണ്, അവൻ മൂമിനല്ല കാഫിറാണ്. ഇയാളുടെ നാവിന്റെ പ്രസ്താവനയാണ്. മമ്പാട്ടുകാരന്റെ പേരോട് മൗലാനാന്റെ ഉപ്പാക്ക് സുഖമില്ലാതായ സമയത്ത് ഒരു വഹാബിയായ
ഡോക്ടറുടെ അടുത്തേക്ക് പോയ സംഭവമാണ് ഇവിടെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന മാനസിക രോഗിയുടെ അടുക്കൽ പോയപ്പോൾ അയാൾ പറഞ്ഞു അത്രേ കാഫിറിനെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ പാടില്ല എന്ന്. ഇതൊക്കെ തട്ടിവിടുന്നതായിരിക്കാനാ സാധ്യത. എന്തായിരുന്നാലും മമ്പാട്ടുകാരനെ പോലെ സമൂഹത്തിന്റെ മുന്നിൽ ഫിത്ന പറയാൻ വേണ്ടി തലയിക്കെട്ടും കെട്ടി കൂലിപ്പണിക്കിറങ്ങിയ ഒരു മുസ്ലിയാരിൽ നിന്നാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. എന്നാൽ ഇവിടെ കൊണ്ട് തീരുന്നുണ്ടോ? വേറൊരു മുസ്ലിയാർ ചോദിക്കുന്നുണ്ടല്ലോ, സാധാരണക്കാരെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ലേ എന്ന്. ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന്? മുജാഹിദ് വിദ്വേഷം എത്രമാത്രം ഇവരുടെയൊക്കെ തലയിൽ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആരാണ് പറഞ്ഞത് വഹാബികൾ മുസ്ലിങ്ങളാണ് എന്ന്? അവർ മുസ്ലിങ്ങളല്ല എന്നാണ് മുസ്ലിയാരുടെ വാദം. ആരാ പറഞ്ഞത് എന്നുള്ളതിന്റെ മറുപടിയാണ് നമ്മൾ ഇനി കേൾക്കാൻ വേണ്ടി പോകുന്നത്. അതേ സമയത്ത് വഹാബികളെ കാഫിറാക്കുക എന്നൊരാശയം നമ്മുടെ മുന്നിലില്ല. അത് വഹാബികളെ എന്നല്ല, ആരെയും കുഫർ കൊണ്ട് വിധിക്കാൻ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ടാണ്. ആശയത്തിൽ ഒരു മോശക്കാരെ അല്ലാത്തതുകൊണ്ടൊന്നല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, തലപ്പാടിയിൽ വെച്ച് മമ്പാട്ടുകാരൻ വഹാബ് സക്കാഫി പറഞ്ഞിരിക്കുന്നു സെലഫികൾ കാഫിറല്ല എന്ന്. ആരെ തള്ളി പറഞ്ഞുകൊണ്ട്? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ തള്ളി പറഞ്ഞുകൊണ്ട്, ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരെ തള്ളി പറഞ്ഞുകൊണ്ട്, ഇവരുടെ പല മുസ്ലിയാക്കന്മാരെയും ഇവരുടെ പല ഹോജരാജാക്കന്മാരെയും തള്ളി പറഞ്ഞുകൊണ്ട് മമ്പാട്ടുകാരൻ വായാടി വഹാബ് സക്കാഫി തലപ്പാടിൽ ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന രീതിയിൽ വന്നുകൊണ്ട് മറപിടി നടത്തുന്ന സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെലഫികൾ കാഫിറല്ല എന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന്. ഇവരുടെ സമസ്ത എന്ന് പറയുന്ന സർക്കസ് കൂടാരത്തിന്റെ ആളുകൾ ആരെക്കുറിച്ച് ഖുർആൻ പരിഭാഷ ഇറക്കി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു ഉസ്താദായ കൂറ്റനാട് മുസ്ലിയാരെ തന്നെ എന്ത് ചെയ്തു? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാര് മുർത്തത്തും കാഫറുമായിട്ടുണ്ടെന്നും അന്നത്തെ സമസ്ത ഫത്വ പുറപ്പെടുവിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയുള്ള സമസ്തയുടെ പാരമ്പര്യം പറയുന്ന മമ്പാട്ടുകാരൻ വഹാബ് സക്കാഫിയാണ് ഇവിടെ ഈ പറയുന്ന സമസ്ത കൂടാരത്തെ അടക്കം തള്ളി പറഞ്ഞുകൊണ്ട് വഹാബികൾ കാഫിറല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ പറയാനുള്ള ഒരു അധികാരവും ആർക്കും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പൂർണ്ണമായും മമ്പാട്ടുകാരൻ സമസ്ത കൂടാരത്തിൽ മുൻഗാമികളായ ഇവരുടെ ഔലിയാക്കന്മാരായി പ്രഖ്യാപിക്കപ്പെട്ട പണ്ഡിതന്മാരെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അടക്കമുള്ള ആളുകളെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇത് സെലഫികളുടെ വിജയം തന്നെയാണ്. സെലഫികളുടെ വിജയം തന്നെയാണ്. ഇവർ പല വിഷയങ്ങളിലും മാറ്റം കൊണ്ടുവന്നില്ലേ? ഇസ്തിഗാസ വിഷയത്തിൽ മാറ്റം കൊണ്ടുവന്നില്ലേ? ഇവരുടെ പല വാദങ്ങളും ഇന്ന് മാറിയല്ലോ. ഇവരുടെ മുൻഗാമികളായ നേതാക്കന്മാർ ഈ കാലമത്രയും സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച പല വാദങ്ങളും മമ്പാട്ടുകാരനും പേരോട്ടുകാരനും അടക്കമുള്ള പല മുസ്ലിയാക്കന്മാർ ഇന്ന് മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ കാരണക്കാരൻ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലാ അടക്കമുള്ള പണ്ഡിതന്മാരും പ്രബോധകരും തന്നെയാണ്. ഇവര് പറയുന്നത് ഇസ്ലാമുമായിട്ട് 1% പോലും, 100ൽ 1% പോലും 1% പോലും ബന്ധമില്ലാത്തതാണ്. ഇവര് പുതിയ മതമാണ് സുഹൃത്തുക്കളെ. ഇവർ പുതിയ മതമാണ്. ഇസ്ലാമുമായിട്ട് അള്ളാഹുവിന്റെ ദീനുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല. ഈ തൊപ്പിയും ഇട്ടിരിക്കുന്ന ദജ്ജാലി സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് ഇവരുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ച കാര്യമാണ്. എന്നാൽ അതിനെ തീർത്തും എതിർത്തുകൊണ്ടാണ് മമ്പാട്ടുകാരൻ ഇവിടെ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇത്ര കാലവും സമൂഹത്തിന്റെ മുന്നിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മമ്പാട്ടുകാരൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കാരണം മമ്പാട്ടുകാരനിലും കുരുവട്ടൂരികൾ പറയുന്ന ആ ഒരു എഫക്ട് ഉണ്ടായിട്ടുണ്ട്, വഹാബി എഫക്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്ര ധൈര്യമില്ലാത്തത്. കാന്തപുരം പറഞ്ഞതുപോലെ, സമസ്തക്കാർ ഈ കാലമത്രയും പറഞ്ഞതുപോലെ, ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലെ വഹാബികൾ കാഫിറാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ലാതെ പോയത് കൃത്യമായി നാം മനസ്സിലാക്കണം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ച് ഇന്നലെ നമ്മൾ കണ്ടല്ലോ, സ്വപ്നജീവി പറഞ്ഞത് അവൻ പച്ച വഹാബിയാണ് എന്ന്. അതേ വഹാബി ആദർശം ഇവർ എതിർക്കുന്നുണ്ട് എങ്കിലും ഇവർ ഉള്ളാലെ ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഹുസൈൻ സലഫിയുടെയും അതുപോലെയുള്ള പണ്ഡിതന്മാരുടെയും പ്രബോധനം മുസ്ലിയാക്കന്മാർക്കടക്കം മാറ്റമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് നമ്മൾ ഇവരിൽ നിന്ന് പലപ്പോഴായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സഹോദരങ്ങൾ, ഇവിടെ വഹാബ് സഖാഫി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇതിൽ നാദാപുരത്ത് ഹുസൈൻ സലഫി ചോദ്യം ചെയ്ത ഒരു വിഷയമുണ്ടല്ലോ. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്ത്രീധനം വാണിക്കാൻ വേണ്ടി ഖുർആനായത്തോതിക്കിട്ട് തെറ്റിച്ച ഒരു വിഷയം, അതിനെക്കുറിച്ച് മമ്പാട്ടുകാരൻ വലിയ ഗീർവാണം മുഴക്കിയിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. അതിനെക്കുറിച്ചാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ വളരെ രസകരമായ ചില രംഗങ്ങൾ നമുക്ക് കാണാനുണ്ട്. ആ വീഡിയോയുമായി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.